അറിയാണ്ടല്ല. എനിക്കല്ലേ ഇവിടെ വോയിസ് ഇല്ലാതെ ഉള്ളൂ. നിനക്ക് പറഞ്ഞൂടെ? ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാന്ന് പറയണം. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ഒരു പഴയ കുസൃതി ഓർമ്മ വന്നു. കുഞ്ഞുനാളിലൊരിക്കല് ഓർമ്മയുണ്ടോ? ഇതുപോലൊരു ഉപ്പുപരലെടുത്ത് എന്റെ നാവില് വെച്ച് തന്നിട്ട് പറഞ്ഞു അത് അങ്ങനെ തന്നെ വെച്ച് അലിയിക്കാൻ. ആശ്ചര്യമായിരിക്കുന്നല്ലോ. എവിടെ നിന്നായി കാലത്ത് തന്നെ? നാട്ടിന്നാ. എങ്ങനെ കണ്ടുപിടിച്ചു ഈ സ്ഥലം? അത്തിപ്പാറിൽ നിന്റെ അമ്മാവനില്ലേ, അവിടെ നിന്ന് അഡ്രസ് സംഘടിപ്പിച്ചു. പിന്നെ ഇവിടെ എത്തി ചോദിച്ചറിഞ്ഞു വന്നു. എന്തെങ്കിലും ഒന്ന് പറയൂ. ആഹാ, പറയില്ല അല്ലേ? എന്നാ ഇതിന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയിട്ട് ശബരി പോകുന്നുള്ളൂ. അതായത് ഇരുമ്പിൽ നിർമ്മിച്ച തുരുമ്പെടുത്ത സാധനങ്ങൾ. ഇരുമ്പാണല്ലോ തുരുമ്പാകുന്നത്. അങ്ങനെ ഇരുമ്പ് തുരുമ്പാകുന്ന വസ്തുക്കൾ, അതായത് തുരുമ്പിച്ച ഇരുമ്പ് വസ്തുക്കൾ. എന്റെ നെഞ്ചു പോയി. നിന്റെ കഴുത്ത് വേദനയാവുന്നില്ലേ? നിന്റെ വെയിറ്റ് കണ്ടില്ലേ? ഇത് എത്ര പോനാ? 10 സുഹൃത്തുക്കളാവുമ്പോ. പട്ടണത്തിൽ വളർന്നതിന് ചില വൃത്തികെട്ട രീതികളുണ്ട് തന്റെ കയ്യില്. നിന്നോട് കടന്നു പോകാൻ പറഞ്ഞല്ലേ മര്യാദകളാവൂ. ഞാൻ പോയേക്കാം. എന്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. കാമുകിയുമായുള്ള സിംഗപ്പൂർ യാത്ര ക്യാൻസൽ ആയതുകൊണ്ടായിരിക്കും. സെഷൻസിലെ വിധിക്കെതിരെ ഒരു അപ്പീല് പോലും കൊടുക്കാൻ ശ്രമിക്കാതെ ഏതോ ഒരു തേപിടിച്ച് പെണ്ണ് മൊത്തം നാട് വിടാൻ പോയനല്ലോ നീ. എന്റെ പേരുള്ള ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് അങ്കിളിനോട് അവർ പറഞ്ഞാണോ അല്ലേ? എനിക്കറിയാം. ഇതൊരു പ്രശ്നമായിരിക്കും ആന്റി. മിനിയാന്ന് അതൊക്കെ മിനിയാന്ന് കുറച്ചാൽ രാജ്യം ഭരിച്ചിരുന്നല്ലോ. സ്കൂൾ കുട്ടികൾക്കെല്ലാം സൗജന്യ ഉച്ചഭക്ഷണം, മാവേലി സ്റ്റോർ വഴി സൗജന്യ റേഷൻ, 15 ലക്ഷം പേർക്ക് തൊഴിൽ. ഇണ ചേരുക, കുഞ്ഞുങ്ങളെ പെറ്റി വളർത്തുക, വംശം നിലനിന്ന് കാണാനുള്ള പോരാട്ടം. ജീവന്റെ ധർമ്മം ഇതും കൂടിയല്ലേ? വളർച്ച മുറ്റിച്ച് വേള തീന്മേശകളിൽ എത്തിക്കുന്ന പാവമല്ലേ? ഒന്നിനൊരു തീർച്ചയില്ല. നാട് വിടുന്നു, എവിടേക്കുന്നില്ലാതെ. എന്തെങ്കിലും രക്ഷപ്പെടുമായിരിക്കും. അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. അച്ഛനും അമ്മയും വിഷം കുടിച്ച് മരിച്ചു. ഒരു സായിപ്പെടുത്ത് വളർത്തി. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഒരു നല്ല ബ്രാഹ്മണ ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാ. എന്നെ വഞ്ചിച്ചിട്ട് ഒരു കിഴവന്റെ പണം മോഹിച്ച് ഇവിടെ കൊച്ചമഞ്ഞ് മഞ്ഞ് നടക്കുന്നില്ല. അവൾ അവസാനിപ്പിച്ച് ഞാൻ അവിടുന്ന് പോകും. വക്കീൽ നോട്ടീസാ. കാവുംപാട്ട കുറുപ്പന്മാർക്ക് വേണ്ടി അവരുടെ വക്കീൽ അയച്ചതാ. കുറുപ്പിന്റെ കയ്യിൽ നിന്ന് മാധവമ്മയുടെ ഭർത്താവ് ഭൂമി പണയം വെച്ച് പണം വാങ്ങിയിരുന്നു. അമ്മാവന്റെ കണ്ണു വെട്ടിക്കാൻ ഞാൻ നോക്കിട്ട് വേറെ ഒരു മാർഗവും ഇല്ല. എങ്ങനെയുണ്ട്? ഇന്ന് അവളെ ശരിയാക്കുന്നുണ്ട്. ധാരാളം തറ നോവലുകളും കഥകളും മലയാളത്തിൽ ഇറങ്ങുന്ന വാരികളും മറ്റും അടിച്ചു വരുന്നുണ്ടല്ലോ. പത്രവാർത്തകൾ ആ നിലവാരത്തിലേക്ക് താഴ്ന്ന് ജനങ്ങളെ മാനസിക രോഗികളാക്കുന്ന പ്രവണത നമ്മളും കാണിക്കണോ സാർ? ഞാൻ ഈ ഹോസ്പിറ്റലിലെ മാനേജരാ, ഡോക്ടർ സന്ധ്യയുടെ മകൻ. ഡോക്ടറാകാൻ വേണ്ടി എന്നെ മെഡിക്കൽ കോളേജ് വിട്ടതാ. മണിപ്പാൽ 7 കൊല്ലം അവിടെ കിടന്ന് ഉഴപ്പിയിട്ട് അവസാനം ഡിഗ്രി എടുക്കാതെ ആ കളി അവസാനിപ്പിച്ചു. ജോലി ഇറക്കും. ഇനി ഇവിടെ തന്നെ ജീവൻ പോകും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നാളെ കൃത്യം 6 മണിക്ക്. പ്ലീസ് ഒരു 5 മിനിറ്റ് ധൃതിപ്പെടല്ലേ. കളി വേറെ, കാര്യം വേറെ. നാളെ കൃത്യം 6 മണിക്ക്. തമാശ ഏറ്റെടുക്കാൻ എനിക്ക് കഴിയണ്ടേ? നിയമത്തിന്റെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കാം. പക്ഷെ എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? മനസാക്ഷി. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? എങ്ങനെ പറയും സാർ? അതിന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. കുളിച്ച് ഈറനെടുത്ത് ദേവീ വിഗ്രഹത്തിന് മുന്നിലിരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ കൺമുന്നിൽ തെളിയുന്നത് 5 സെന്റ് പുറമ്പോക്കിലൊരു ഓലക്കുടലാണ്. ക്ലിനിക്കില് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആളെ കൊണ്ടുവരുന്നു അത്രേ. പക്ഷെ അവർക്ക് ആളറിയില്ല. മരിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ കൂടെ വന്നൊരു ബോഡി കൊണ്ടുപോകും ചെയ്തു. അപ്പൊ ഡെഡ് ബോഡി ഇപ്പൊ എത്തുമല്ലേ? ഒന്നിങ്ങോട്ട് വന്നേ. ഇന്ന് ഞാൻ എന്റെ മാളുവമ്മേ സോറി. ഓക്കെ നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ? ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അയ്യോ, പ്രാർത്ഥിക്കായിരുന്നു അല്ലേ? സോറി, ശല്യപ്പെടുന്നു. അവരെന്തൊക്കെയാണ് ചേട്ടൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എനിക്കറിയില്ലമ്മേ. നിന്റെ ഭാര്യയെ നീ മര്യാദ പഠിപ്പിക്കണം. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ചേട്ടൻ തലേ കയറില്ല. അവര് കുത്തിവെച്ച വിഷം കയറി ചേട്ടന്റെ തല പെരുത്തുപോയി. 5 എണ്ണം അവർ തന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒന്നേ ആവശ്യമുള്ളൂ. ബാക്കി വിറ്റു 8 ലക്ഷം രൂപയ്ക്ക്. നിങ്ങളെ കനേഡിയൻ അന്നദാതാവിനെ ശരിക്കും കബളിപ്പിച്ചു. സോറി, ഞാൻ ഒരബദ്ധം. ഞാനിങ്ങനെ പറഞ്ഞിട്ട് ചേച്ചിയോ കുട്ടിയോ അറിയരുത്. സോറി. നിയമം തരൂ. ചെയ്യാത്ത കുറ്റത്തിന് പോലീസിന്റെ ടോർച്ചറിംഗ് ക്യാമ്പിലും ജയിലിൽ ഇരുമ്പഴിക്കുള്ളിലും കിടന്ന് ഞാൻ നരകയാതന അനുഭവിച്ചപ്പോ ഒരു നിയമവും കോടതി എന്റെ രക്ഷയ്ക്കെത്തിയില്ല. ഇതിനപ്പുറം വന്ന് കഴുത. ഇങ്ങേരുടെ തൊള്ള ഉറക്കൽ കേട്ട കഴുതയല്ലാതെ ബുദ്ധിയുള്ള വേറെ ഏതെങ്കിലും മൃഗം വരുമോ?
NS അനന്തപത്മനാഭൻ സാറിന് ഇത്ര കലാബോധമില്ലാത്തൊരു മരുമോൾ ഉണ്ടായാലോ എന്റെ ഈശ്വര. എന്താ ദൂരദർശൻ സാറിനെ പറ്റി ഒരു ഡോക്യുമെന്ററി പ്ലാൻ ചെയ്തിരിക്കുക. എന്നെയാണ് അതിന്റെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്. സാറിന്റെ അനുവാദം കിട്ടിയാ ദാ വരുന്നു. അയ്യടാ, അപ്പൊ ഇഷ്ടമല്ലേ പെണ്ണുങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ? കാണുമ്പോലല്ലോ ആള്. ഒറ്റയ്ക്കാവുമ്പോ പെണ്ണായാലും പ്രേതായാലും ഒരു കൂട്ടുള്ള നല്ലതല്ലേ? അങ്ങനെ ഇപ്പൊ അവളുടെ കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ. ഈ ചാൻസ് മിസ്സായ നിന്റെ പോക്കിന് ഒരിക്കലും നടന്നു വരില്ല. അത് വേണ്ട. നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ബാക്കി 4000 ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേ. വഴക്കുണ്ടാക്കണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിൽ മാറ്റമില്ല. ചായക്കട ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ആഫീസ് കൊടുക്കും. അപ്പൊ ചായക്കടയോ? അതങ്ങ് പൂട്ട്. ഹോട്ടലോട് വേണം മക്കളാന്നുള്ള കുരിശെങ്കിലും തലേന്ന് പോട്ടെ. അയ്യോ, പണ്ട് എനിക്കും അങ്ങനെയായിരുന്നു. അതിനൊരു നല്ല മണമുണ്ട് അല്ലേ അടുത്തമ്മേ? പക്ഷെ 2 മാസം കഴിയുമ്പോ ചേട്ടൻ ചോദിക്കും കംപ്ലീറ്റ് ഒന്ന് കാണാപ്പടം പഠിച്ച് പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പഠിത്തം നിർത്തിയത്. നടക്കില്ല. ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ശ്രദ്ധിച്ചോ? മിസ്റ്റർ KG പൊതുവാൾ. പൊതുവാഴ്ചയുടെ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ? അത് വെപ്പ ആനന്ദേട്ടൻ ഇടിച്ചു തെറിപ്പിച്ചറിയോ? ആദ്യം കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസ്സം പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ? ഞാനാണ് വയസ്സം പൂച്ച. ഒരുമാതിരി എനിക്ക് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാണല്ലോ. 1000 പൊമ്പും കൊള്ളൊക്കെ മേടിച്ചു വെച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് പോകുന്ന ഞാൻ മേടിക്കാൻ പറഞ്ഞോ? തനിക്ക് ഗുണമുള്ളതുകൊണ്ട് താൻ മേടിച്ചു. ഇനി വണ്ടികൾ പിടിച്ച് കമ്മീഷൻ കുറെ അടിച്ചിട്ട് വേണം എനിക്കൊരു ചെയിനും വാച്ചും സംഘടിപ്പിക്കാൻ. ഈ തവള പിടിക്കല് പട്ടി പിടിക്കലെന്നൊക്കെ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണല്ലോ ഈ വണ്ടി പിടിക്കല്. ഇല്ല, അറിയിച്ചില്ല. അറിയിക്കേണ്ട കാര്യമില്ല. എടാ 250 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചെന്നെ നീ എന്നെ കുളം തോണ്ടി കുത്തുപാള എടുപ്പിച്ചില്ലേ? നിർത്ത്. ഇനി കൃഷി നിർത്ത്. വേണ്ട, ഞാൻ നിന്നോളാം. അല്ല, ഇത് കുറച്ച് നന്നാരി സർബത്തും കുറച്ച് എള്ളുണ്ടയാ വീട്ടിലുണ്ടാക്കിയതാ. പിടിച്ചോണ്ട് പോകും. ഞാൻ കള്ളനല്ല. ആരുടെയും പോക്കറ്റ് അടിച്ചിട്ടുമില്ല. പ്ലീസ് ശബ്ദിക്കരുത്. ശബ്ദിക്കില്ല എന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ ഞാൻ വിടാം. നിന്റെ ജീവന്റെ ജീവനായ സാധനങ്ങൾ എന്റെയും ജീവന്റെ ജീവനായ സാധനങ്ങളാ. പക്ഷേ അതിനിങ്ങനെ ബഹളം വെക്കരുത്. എന്റെ അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്. എന്റെ അച്ഛന്റെ ഹാർട്ടും വീക്ക. കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ 7ാം നരകത്തിലും തള്ളി ഇടൂല ജോർജ് കുട്ടിയെ. എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എല്ലാ കാലം അവർ അറിയില്ലെന്നാണ് ചാണ്ടിച്ച വിശ്വസിക്കുന്നത്. വിശ്വാസം രക്ഷിക്കും. സാധാരണ കല്യാണം പോലെ അല്ലത്. അറ്റാക്കിന് 1/2 മണിക്കൂർ മുമ്പ് പോലും പറഞ്ഞു മരണങ്ങൾ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞു. സത്യം കുഞ്ഞുമോനപ്പോ വന്നു തന്നെ ഗണപതിക്ക് ഒരു തേങ്ങ അടിച്ചു. 3 രൂപ ഒറ്റ അടിയിൽ പോയി കിട്ടി. തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? ഇങ്ങനെ പോയ തൊഴിലില്ലാത്തവന്റെ ഗതി ഈ നാട്ടിൽ അധോഗതി തന്നെയാ, സംശയമില്ല. മൊത്തത്തിലുള്ള ഒരു 300 രൂപ അതിനിടെ നക്കിത്തരം പറയുന്നു. ആ തള്ള ഈ പാൽക്കച്ചവടം നടത്തുന്നേ ധർമ്മത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. കുറച്ച് തടിമെടുക്കണ്ടെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന കാശെടുക്കണോ? പാരസ്യരുടെ അസ്ഥികൂടവും കാണും. എന്റെ അമ്മയുടെ ഈ കായലോരത്ത് കൂടിയ താൻ തല്ലി ഒടിച്ച കാലും വലിച്ച് എന്നെയും കൊണ്ട് എന്റെ അച്ഛൻ ഓടിപ്പോയത്. നടത്തുന്ന കമ്പനിയാ ഞങ്ങളുടെ. ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് 1,00,000 വീടുകളുടെ ഈ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ട് നിങ്ങൾക്കായിരുന്നില്ലേ? അതെ. അതിൽ ഇടിഞ്ഞു വീഴാത്ത ഏതെങ്കിലും ഒരു വീട് ബാക്കിയുണ്ടോ? വേറെ പലരും കാട്ടിയെന്ന് വരും. നീ വാ. പിന്നെ ബന്ധു കുന്തം ഞാനൊന്നുമില്ല. എടാ നല്ല തമാശ കാണാന്ന്. വേണ്ട വേണ്ട വേണ്ട. അടികൊള്ളുന്ന തമാശ അത്ര രസമുള്ള തമാശല്ല. നീ പോ. നിനക്കറിയോ, ജീവിക്കാൻ വേണ്ടി ഞാൻ ഈ വേഷം കിട്ടിയത്. BSCക്ക് റാങ്ക് വാങ്ങി നേരെ പോയതേ നാരായണഗിരിയുടെ ചായക്കടയിലേക്കാ. ചായ കുടിക്കാനല്ല, പണിയെടുക്കാൻ. ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നതല്ല. വലത് കൈ കൊണ്ട് ഇടിക്കുകയും ഇടത് കൈ കൊണ്ട് തലോടുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യുക ഒരു മുതലാളിത്ത തന്ത്രമാണെന്ന് പണ്ട് കാർൽ മാർക്സ് പറഞ്ഞു. നിങ്ങളെപ്പോലെ 2 ആൺമക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ. അമ്മ വിഷമിക്കണ്ട. ഞങ്ങളും അമ്മയുടെ മക്കളാണെന്ന് കരുതിയാൽ മതി. യമുനയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ ഞങ്ങൾ തമ്മിൽ തീർത്തോ? നിങ്ങൾ തമ്മിൽ തീർക്കാൻ നിന്റെ അമ്മയുടെ മോളൊന്നുമല്ലോ. കൈനൂറ നീ ആരുടെ ഇയാൾ ആരാന്നാ വിചാരം? മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ കയറി ഇടപെടാൻ താൻ ആരെ? ജോർജ് ബുഷോ? എന്റെ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിനൊരു ബ്രോക്കറുടെ ഒത്താശ എനിക്ക് വേണ്ടോ? സാറ് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു ഞാൻ പോവില്ല, എനിക്ക് നിന്നെ വിട്ട് പോകാൻ. കുറ്റവാളികളെന്ന് രഞ്ജിനിക്ക് സംശയം തോന്നിയ ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഒരു കൊലപാതകമൊക്കെ ആക്സിഡന്റൽ ഡെത്താക്കി. ആരാനിയാ മണിയടിച്ചേ? അറിയില്ല ചേട്ടാ. അന്നും ഞാൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം പാർട്ടി കഴിഞ്ഞിട്ട് ടാക്സി പോവാന്ന് അമ്മ പറഞ്ഞത്. ബേസിക്സ് പോലും അറിഞ്ഞുകൂടാന്നേ കളി കണ്ടാ തോന്നുന്നു. സ്റ്റാമിന ഇല്ല. അവരവർക്ക് പോയിന്റ് നേടി ഷൈൻ ചെയ്യണമെന്നല്ലാതെ ടീമിന്റെ മൊത്തത്തിലുള്ള നേട്ടത്തിൽ ആരും കൺസേൺ അല്ല. പിന്നെ ഏട്ടനെ നിശ്ചയില്ലഞ്ഞിട്ടാ. അച്ഛനോട് പറഞ്ഞ അച്ഛൻ വെളി കേമായിട്ട് കഴിപ്പിച്ചെന്നെ. അച്ഛനും മോഹം ഉണ്ടായിരുന്നു.
കൊണ്ടുപോയി സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൽ വെച്ച് പൂട്ടാൻ. വല്ല ഫ്രണ്ട്സിന്റെയും വീട്ടിൽ ഇടിച്ചു കയറി അവരുടെ ഫാമിലിയുടെ കൂടെ ആക്കിയിട്ട് പോവാം. വൈകിട്ട് വന്നിട്ട് ആലോചിക്കാൻ പിന്നെ ബാക്കി. ബാങ്കിൽ പോവാൻ സമയമായി. മോള് പോയി വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ. ചെല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ഒരു സ്ത്രീയെ വഞ്ചിച്ച് ഗർഭിണിയാക്കിയില്ലേ? അവർ നിങ്ങളെ നടുറോട്ടിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയില്ലേ? നിങ്ങളുടെ മർമ്മസ്ഥാനത്ത് കത്രിക കൊണ്ട് കുത്തിയില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന്. ശാപം കിട്ടിയ ഒരു ജന്മം എന്റേത്. കാത്തിരുന്ന് ജീവിതം തുലക്കരുന്ന് ശോഭയോട് പറയണം. 4 അണയുടെ പാഴ്സൽ വാങ്ങി വെക്കുന്നതല്ല എന്റെ ജോലി. ഒന്നും മനസ്സിലായില്ലല്ലേ? എങ്ങനെ മനസ്സിലാവാനാ? എന്റെ പെണ്ണ ഇതൊക്കെ വല്ല പോസ്റ്റ് ഓഫീസിലും കൊണ്ട് കൊടു. PKT-ലൊക്കെ വല്ലത് അയക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പെട്ടികൾ എന്തെങ്കിലുമൊക്കെ പോയിക്കൊണ്ടോ അപ്പായി. എന്ത് അസുഖമായാലും ചികിത്സ കഴിഞ്ഞ ഉടനെ തിരിച്ചെത്തണം. എന്താ? എനിക്ക് 1 മാസത്തെ മെഡിക്കൽ ലീവ് തന്നിരിക്കുന്നു. ഏതായാലും അളിയന്റെ ഐഡിയ കൊള്ളാം. നിന്റെ കത്ത് കിട്ടിയ ഉടനെ ഞാൻ വട്ടഭിനയിച്ചു തുടങ്ങി. ആ സംഭവം എന്നെ തളർത്തിയില്ല. എങ്ങനെയും കാളിയപ്പയെ കുരുക്കി അയാളുടെ മാഫിയ തകർക്കണമെന്ന വാശി എന്നിൽ വളർത്തുകയാണ് ചെയ്തത്. എന്ത് ഡോക്ടർ? എമർജൻസി കോൾ. എല്ലാവരോടും പെട്ടെന്ന് റെഡി ആവാൻ പറ. കമോൺ ക്വിക്ക്. അച്ഛൻ ആദ്യമായിട്ട് കാണാ 100 രൂപയുടെ നോട്ട്. ആ അച്ഛന്റെ മകനാ ഞാൻ. ഇല്ല മാഷെ, അവൾ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കണം. ചെറുപ്പം മുതലേ എനിക്ക് CID-മാരോട് വലിയ ആരാധനയാണ് സാർ. CID പടങ്ങൾ എവിടെ ഓടിയാലും ഞാനത് അപ്പ പോയി കാണും. ഈ സർട്ടിഫിക്കറ്റ്സ് നോക്കൂ. ഇത് സിനിമാ ബാവയുടെ മോളെ കയറി പ്രേമിച്ചത്? അയ്യോ പോലാളി, ഞാൻ പ്രേമിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. പ്രേമിച്ചിട്ടില്ലേ? ഇല്ല. പ്രേമം എന്താണെന്ന് പോലും എനിക്കറിയില്ല. വയറിനകത്താണെങ്കിൽ ആകെ ഒരു തരിപ്പും. അവന്മാര് കുത്തിയപ്പോ ഇനി അതങ്ങനെ മുറിഞ്ഞു പോയിരിക്കുക. എന്ത് ചോദിച്ചാൽ ഈ കുത്ത് കിട്ടിയ കാര്യം മാത്രം നീ എടുത്ത് പറയണ്ട. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. നീ ഇല്ലാതൊരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയില്ല. സ്വന്തം എന്ന് പറയാൻ നീയല്ലാതെ വേറെ ആരും എനിക്കില്ലെന്നറിയാലോ. മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലുറാൻ പൂവിനെത്ത ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാറുന്നില്ലേ? നിന്റെ വെങ്കിയണ്ണനോട് വേണ്ട സൊല്ലേ. പുതുമഴ തേങ്ങ കൊല പെങ്ങളെ, നീ കുറെ കായലിലേക്ക് നോക്കി. നീ കാര്യം എന്താന്ന് പറ. ആ കോൺട്രാക്ടർ നമ്മളോട് സ്നേഹം കാണിച്ചത് വെറുതെ ഒന്നുമല്ല. മരുന്നിനെ കളവൻ തന്നെ വേണോ? ഒന്നും പറയണ്ട. നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേർ ഇങ്ങനെ ആയിപ്പോയില്ലോടാ. ലേഡീസ് ഹോസ്റ്റലിലെ മതിലും ചാടി ഉള്ളിത്തൊപ്പിയൊക്കെ വെച്ച് ഈ കളവനെ പിടിക്കാൻ നടക്കുക. ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഈ എക്യുപ്മെന്റ് എന്റെയാ. എന്റെ പാതി കാശ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ പാതി ഓടിച്ചു തരാം. എന്നെ കണ്ടുപിടിക്കണമെന്ന് അച്ഛൻ പറയുന്നേ. എന്നാ പിന്നെ ഇന്ന് തന്നെ നോക്കാൻ പറയാമേ. കൂടെ കിടക്കാൻ ഒരാളുണ്ടായ രാവിലെ ഡേറ്റ് പോകുമ്പോ എന്നെ ഒന്ന് പിടിച്ചു വെക്കുമല്ലോ. നന്ദി കാണിക്കാനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. അവിടെ ചെന്ന 100 കൂട്ടം ജോലികളാ. പൈപ്പിൽ വെള്ളം വരുന്നില്ല, ബൾബ് കത്തുന്നില്ല, കക്കൂസ് ബ്ലോക്കായി. ഞാനിപ്പോ ഒരു വക്കീല. അതൊന്നും ആലോചിക്കണ്ടേ? ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ മുറ്റവും സ്വീകരണ മുറിയും കണ്ടാലറിയാം ആ വീട്ടിലെ സ്ത്രീയുടെ സ്വഭാവം. ഓരോ സാധനങ്ങൾ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാവൂ. അതും ദിവസവും പൊടി തട്ടി വൃത്തിയാക്കി സൂക്ഷിക്കണം. ചെറ്റത്തരം പറയുന്നു. ഓനയ്ക്ക് വെക്കുന്ന മയക്കുപിടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ ഞാൻ മയങ്ങി വീഴൊന്നുമില്ല. കൊട്ടാരത്തിൽ നിന്ന് ഇത്തിരി പൊന്നും പണവും കിട്ടുമെന്ന് കണ്ടപ്പോ അവിടെ തൂക്കി വെക്കുകയാണല്ലേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഹെഡിലായ ഒരു കുറ്റിക്കാരനും അയാളുടെ 2 ഭാര്യമാരും തിരിച്ചറിവാവാത്ത 2 പിള്ളേരും ആ അരമന വീടിന്റെ പടിയിറങ്ങുമ്പോ അയാൾ തിരിച്ചൊരു കൊല ശരിയുണ്ടല്ലോ. അത് അച്ഛൻ പറഞ്ഞ് ഇന്നും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഒരു കള്ളക്കഥയുണ്ടാക്കി 7 മണിക്ക് പ്രതിയുടെ മേൽ മോഷണ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം ആഭരണങ്ങളുടെ യഥാർത്ഥ അവകാശി പ്രതിയാക്കപ്പെട്ട ഈ ഉള്ളവനാണെന്നും PW1 മനഃപൂർവ്വം കെട്ടിച്ചമ. പുതിയൊരു ചെറുപ്പക്കാരനോട് അവൾക്ക് സ്നേഹം തോന്നിക്കൂടെ? ആ ചെറുപ്പക്കാരൻ ആരാണ്? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഇനി നിനക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. എന്താ? നിന്റെ കോട്ട് കത്തി. വാഴയാണെന്ന് അറിഞ്ഞു. ഇത്രയും ദിവസമായിട്ട് എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കണം തോന്നിയില്ലല്ലോ. തോന്നുമ്പോ നിന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ അതെന്താ എന്റെ അച്ചി വീടാ. മഹാരാജാവിന്റെ കൊട്ടാരം അത്. ഇറ്റ്സ് എ റോയൽ പാലസ്. ഇഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്റെ പെങ്ങന്മാർക്ക് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനേ എനിക്ക് തടി മാത്രമേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായാ അത് ഉണ്ടാക്കിയവനെ ഞാൻ തട്ടും. പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു. നേരെ ഡൽഹിയിലോട്ട് പോയാ മതിയായിരുന്നു. രാജ്യം ഭരിക്കാൻ പറ്റിയ തലച്ചോറ്. സാർ എഴുന്നേക്കണം. എഴുന്നേക്കണം സാറേ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇനി 2 ദിവസം കൂടി ഇവിടെ തങ്ങണമെങ്കിൽ ഒരു കാര്യം ചെയ്യ്. തന്നോട് നിൽക്ക്. ഞാൻ എന്നോടൊന്ന് പറഞ്ഞിട്ട് വരാം. പല്ലവനെ കൊന്നിട്ടെങ്കിലും കുറച്ച് രൂപ ഉണ്ടാക്കി പറ്റൂ. കൊലക്കേസിലെ പ്രതികളാ. ഓ, ഈ സമയത്ത് ഇയാളിങ്ങനെ പേടിക്കാതിരിക്കിഷ്ട. ഈ സമയത്ത് പേടിക്കാതെ പിന്നെ ബ്രേക്ക് ഡാൻസ് ചെയ്യണോ? കുമാരേട്ടന കുപ്പിയും ഗ്ലാസിന് എടുത്ത് നമുക്ക് ഓരോന്ന് അടിച്ചിട്ടിരുന്ന് പേടിക്കാം. ഇങ്ങോട്ടാ. ഡ്യൂട്ടിയിലല്ലേ ചെല്ലട്ടെ. അപ്പൊ ഇതും ഡ്യൂട്ടി അല്ലേ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങ് വന്ന്. ഞാനിവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാ? സിസ്റ്റർ ഇങ്ങോട്ട് ഇരുന്നേ. നമുക്ക് എന്തെങ്കിലും കോമഡി ഒക്കെ പറഞ്ഞിരിക്കാം. കോമഡിയോ? ആദരിക്കണം തോന്നി. സമാധാനായി.
ഗോപു പിന്നെ എട്ടും പൊട്ടും തിരിയാത്തവനാ. അയ്യോ എന്ന് ആര് പറഞ്ഞു? അവൻ 8 പൊട്ടും തിരിഞ്ഞൊരു 9 നടക്കുകയായിരുന്നില്ലേ? KM കിടക്കയിലും ഉള്ളി. നല്ല പേരില്ലേ KM. ഇനി മുതൽ നമുക്ക് അങ്ങനെ വിളിച്ചാലോ? മഹേട്ടാ, എടി പോത്തിന്റെ മോളെ, അത് വേണിയല്ല, ലക്ഷ്മണ പറഞ്ഞു കൊടുത്തത്. മാനേജ് ചെയ്യുക, അത്ര തന്നെ. ഒരു രക്ഷയില്ലെങ്കിൽ കുറച്ച് എലിവേഷൻ മേടിച്ച് നീ നിന്റെ മുതലാളിക്ക് കൂടെ ബാക്കി കാശിന് നീയും പുട്ടടിച്ചോ. നീ പോലെ ഓറഞ്ചേ. അല്ല അതെ, കഴിഞ്ഞ ഓരോ നിമിഷവും എന്താ പറയാ, ഞാനും അവനെ പോലൊരു ഒന്ന് ചോദിച്ചോട്ടെ, കുറച്ചു ദിവസം അവനോട് നിൽക്കട്ടെ, ഒരു കുറവും കൂടാതെ അവനെ പൊന്നു പോലെ ഞാൻ നോക്കണം. അതുകൊണ്ട് അമ്മയോട് ചോദിക്കണേ, കുടുംബത്തിന് കുറച്ചിലുണ്ടാക്കിയിട്ട് ആനക്കെടുക്കോളം പൊന്നു തരാന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ടെന്ന് പറയാനേ. പണ്ട് തന്നെ കാരണവന്മാര് കൊട്ടാരം വീട്ടിലെ പണിക്കാരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ചോറ് കഴിച്ച തന്നെ ആളായതെന്നും കേട്ടിട്ടുണ്ട്. ആ കൊട്ടാരം വീടിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ. പാട്ട് എനിക്കും ഇഷ്ടമാ. പുതിയ കാസറ്റാ? സൂര്യേട്ടൻ അവാർഡ് കിട്ടിയ നോവലില്ലേ, അതിന്റെ കാര്യം ഇവള് പറയണേ. ഓ, ആ നോവല്. അതെ അതെ അതെ, അത് അതിനെനിക്ക് അവാർഡ് പോകുന്നില്ല. സാറിനെ പോലെ വിവരവും വിദ്യാഭ്യാസം എനിക്കുണ്ട്. ഇതേപോലെ ഒരു കസേരയെ കയറിയിരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട്. പക്ഷേ ഏതാ ഈ വര നേരെ അല്ലാണ്ടായി പോയി. കൈമൾ സാറിന്റെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞില്ലേ, ശരിയാണ്. അയ്യേ, എന്താ ഇത്? എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടുത്തെ പണിക്കാരനോ അല്ല. ഓഹോ, എങ്കിൽ ഈ സാധനങ്ങളൊക്കെ താൻ എടുത്തന്നെ കൊണ്ടുവച്ചേക്ക്. കുട്ടി ഡിസ്റ്റർബ് ചെയ്യാതെ പോകും. ഞാൻ സീരിയസ് ആയിട്ട് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒന്ന് എടുക്കൂ സാർ. ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. എനിക്കിപ്പോ ആവശ്യം കുറച്ച് ഭാവനയാണ്. അതുണ്ടാവോ കുട്ടിയുടെ കയ്യില്? അതാ ഇങ്ങ് ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാ. ബന്ധങ്ങളും കെട്ടുപാടുകളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് കരഞ്ഞ് കരഞ്ഞ് ആ കണ്ണീരെല്ലാം കൂടെ ഒരു കടലായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊരു കടലിന്റെ ആഴം ഉണ്ടാവും. ഇതിൽ പാത്രം ഇട്ട് പൊട്ടിച്ചത് മനഃപൂർവ്വമായിരുന്നു അവൾ എന്നോട് പറഞ്ഞു. എന്തിന്? ഇത്രയും കാലം അലഞ്ഞിട്ടൊടുവിൽ ബോധം നശിച്ചൊരു പെണ്ണിനെയാണ് എനിക്ക് ഭാര്യയായി കിട്ടിയത്. ആണല്ലോ കൊച്ചനാണെന്നും പറഞ്ഞ് വലിഞ്ഞു കയറി വന്ന് തന്നെ ഞാനിവിടെ പിടിച്ചിരുത്തിയത്. പക്ഷെ എന്റെ ബയോഡാറ്റയിൽ ഒരു കാര്യം താൻ വിട്ടുപോയി. 5-6 വർഷം സൗജന്യമായി പലരുടെയും പല്ലെടുത്ത ഡെന്റിസ്റ്റ് ആയിരുന്നു. പറഞ്ഞെടുക്കട്ടെ, പഴയ ചെരുപ്പൂരി എറിയാൻ നമ്മുടെ നാട്ടിൽ അവകാശമുള്ളൂ. ഒന്ന് അടങ്ങടാ, ഇങ്ങോട്ട് നോക്കടാ. കൂൾ ആസ് എ കുക്കുംബർ. ഇങ്ങനെ വേണം ആണുങ്ങളായാൽ. ജീവിതത്തിൽ നല്ല ധീരമായ പുഞ്ചിരിയോടെ നേരിടാൻ പഠിക്കണം. ദാ ഇങ്ങനെ. ഞാനൊരു ചെറുപ്പക്കാരനൊന്നുമല്ല, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനാ. എന്ന് വെച്ച് ചെറുപ്പമല്ലാതാവോ? സെലിൻ, തമാശ പറയാനുള്ള സമയല്ലത്. അത്യാവശ്യത്തിനൊന്നും വന്നില്ലെങ്കിൽ സ്ഥലം വിട്. വിട്ടോടോ. കണ്ടുട്ടോ അവളോട് നീ എന്താ പറയാ? വഴി നോക്ക്, ബീച്ചിൽ പോവാന്ന് പറയാം. സോണിയ എന്താ? ഒന്നുമല്ല സാർ, ഒറിജിനൽ ട്രാഫിക് പോലീസ് തന്നെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. താനെന്നെ കളിയാക്കിയതൊന്നുമല്ല സാറേ. ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? ബ്രാൻഡ് ഷാപ്പ് എന്നോ മൂത്രം കളക്ട് ചെയ്തിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റബിൾ ആയിരിക്കില്ലേ? കസ്റ്റമേഴ്സിന് എന്തിനാണ് സാർ പാമ്പ്? ഇതുപോലുള്ള ഫ്രീ ടൈമിൽ വീട്ടിലിരുന്ന് പാമ്പിനെ കളിപ്പിക്കാലോ. ഇന്ന് എന്താ ഓട്ടോറിക്ഷയിൽ ഒരു എഴുന്നള്ളിപ്പ്? അതിനും ഒരു സംഖ്യ മുടിപ്പിക്കോ? പോലീസുകാരുടെ പിള്ളേർക്ക് എന്തിനാ സാറേ കാശ്? രാവിലെ ബസ്സിൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ അവർക്കൊരാഗ്രഹം വൈകുന്നേരം ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോരണമെന്ന്. നാളെ നമ്മൾ എപ്പോഴാ മടങ്ങാം? നാളെ നിശ്ചയിച്ചിട്ടില്ല. ഇത്ര ദൂരം വന്ന സ്ഥിതിക്ക് നാളെ 3 നേരം തൊഴണമെന്നുണ്ട്. ഇല്ല സാർ, അങ്ങനെ ഒരു വീട് ഇപ്പോഴില്ല. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ലോനപ്പന് സുഖമാണോ? ബാസിയേട്ടന് സുഖമില്ല. ദാമോദരൻ ചത്തു. உடனே அவரை நம்ம கொடைக்கானல் எஸ்டேட்டுக்கு மேனேஜரா போடுங்கன்னு சொல்ல போறேன். വേണ്ട വേണ്ട വേണ്ട, நான் இங்க இந்த வீட்ல உங்க அம்மாவே ஒன்னே சுத்தி சுத்தி வரணும். அதான் ஆசை. ഈ ബസ് ഉണ്ടാവും. ഞാൻ നാട്ടിലേക്ക് പോവാ. തിരിച്ചിനി ഇങ്ങോട്ടേക്കില്ല. നാട്ടില് അമ്മ ബാക്കി വെച്ച് പോയ കുറെ കാര്യങ്ങളുണ്ട്. അപ്പനെ കൊണ്ടുപോവാ. വാ, നീ വന്നവന് റൂം കൊടുക്ക്. ഏകദേശം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ അടുത്തെത്തുമ്പോ നമ്മുടെ ആളുകൾ ഒരു 100-150 പേര് പ്രതിപക്ഷത്തിന്റെ കൊടികളുമായി ജാഥയ്ക്കുള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. അത്ര അമ്മച്ചിയായിട്ട് ജീവിതകാലം മുഴുവൻ അമ്മച്ചി എന്റെ കൂടെ വേണം. ഗൗരിയുടെ കാത്തിരിക്കുക. കൊണ്ടു ചെല്ലാൻ നേരിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതൊന്നും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നല്ലോ. തിരിച്ചറിവിന്റെ വഴികളിലേക്ക് എത്തി നോക്കുമ്പോഴേക്കും എല്ലാമേ കൈവിട്ട് പേടിച്ച്. ഇടക്കിടക്ക് എത്തിച്ചു നോക്കാൻ വരരുന്ന്. ഗോപി, ഞാൻ എന്നെ പോലെ അല്ല ദിനേശൻ. ഇനി ഒരിക്കൽ കൂടി അവരിത് സഹിച്ചു എന്ന് വരില്ല. അച്ഛനാണ്, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവൻ ഓർക്കില്ല. സംശയം മിസ്റ്റർ മുരളി മോഹനെയാ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, പ്രവീൺ ഇല്ലാതായാൽ ഏറ്റവും അധികം നേട്ടമുണ്ടാകുന്ന ആളാ മുരളി മോഹൻ. ആയിരുന്നില്ലേ? ഗ്രാൻഡ്മയ്ക്ക് നാണാവൂലേ ആ ലോനപ്പന്റെ കൂടെ കള്ളു കുടിക്കാൻ?
എന്നും വൈകിട്ട് 2 എന്നുള്ള കണക്കായിരുന്നല്ലോ. ഇനി മുതൽ വേണമെങ്കിൽ രാവിലെ തൊട്ടൊക്കെ തുടങ്ങിക്കോ. കുട്ടിയില്ല അനൂപ്. അയ്യോ നേരം പോയത് വേറേട്ടാ, ഞാൻ പോട്ടെ. നീ എങ്ങനെ പോയാലും എങ്ങനെയാ? അല്ല ഇതുവരെ ഇവിടെ കിടന്ന് വളകളെ ഇവിടെ അതോ അതെന്റെ ബാഗിനകത്ത് തന്നെയുണ്ട്. എന്താന്ന് വിചാരിച്ചു? ഞാനൊന്നും വിചാരിച്ചില്ല. നീ ഒന്നും വിചാരിച്ചില്ലേ? ഒരൊറ്റാട്ടി നിന്റെ ചപ്പക്കുറ്റിക്കെന്ന് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി കൊന്ന് കാട്ടിക്കളയും ഞാൻ. ജയിലെനിക്ക് പുത്തരിയല്ലെന്ന് നിനക്കറിയാലോ. നിങ്ങൾ ആദ്യം പനയുടെ മുകളിൽ കയറി പട്ട വെട്ടും. ഒന്ന് പറയട്ടെ എന്റെ ചങ്ങാതി, ആദ്യം പനയെ കയറി പട്ട വെട്ടും. പിന്നെ ഞാൻ എപ്പോ കൂലിയായിട്ട് അങ്ങോട്ട് വരുന്നു അതുവരെ അവിടെ തന്നെ ഇരുന്നോ, എന്നിട്ട് ഇറങ്ങിയാ മതി. തന്നെ പോലെ കാര്യഗൗരവമുള്ള ഒരു ഇംഗ്ലീഷ് റൈറ്ററെ ഇതുപോലെയുള്ള പ്രേതം, ആത്മാവ്, ഇങ്ങനെയുള്ള സ്റ്റുപ്പിഡിറ്റിലൊന്നും വിശ്വസിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ മിണ്ടരുത്. ചൂടാകാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതേ. ആ ശരി, എല്ലാം ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞത് മറക്കരുത്. ഒറ്റ ദിവസം കൊണ്ട് കാര്യം നടത്തി വൈകുന്നേരം എന്നെ തിരിച്ചു വിടണം. ഉണ്ടായിരുന്നു മണ്ണ്. രജിസ്റ്റർ ഓഫീസിലെ മുദ്രക്കടലാസില് രേഖയാക്കി വെച്ചില്ല മണ്ടൻ. അതുകൊണ്ട് കൊല്ലം എത്ര അനുഭവിക്കണു. ഇനി എന്താ അനുഭവിക്കാണല്ലോ ഞങ്ങള്. ഹോസ്പിറ്റലിലേക്കാണെന്നാ? അതെ അങ്ങടില്ലേ. എടാ നീ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തൊരു ശബ്ദം പോയി എന്ന് പറഞ്ഞ അവിടെ ആകെ ബഹളാ. എന്നെ കണ്ടാ തല്ലി കൊല്ലുന്നാ പറഞ്ഞത്. ഈശ്വര അനുഭവങ്ങൾ ഹൃദയത്തെ തൊട്ടുണർത്തിയ സ്നേഹനൊമ്പരങ്ങൾ. നടച്ചു കൊടുത്തട്ടെ. അതെ മാഡം, ഇവിടെ വന്ന് ഈ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് ജാഥ ഉദ്ഘാടനം ചെയ്യാൻ പോയ നേരത്ത് ആ ബില്ലൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ വെയിലും കൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ പോയി ഇപ്പൊ കഞ്ഞിയും കുടിച്ച് കിടക്കായിരുന്നു. കോടതിയിൽ മാന്യമായിട്ട് പെരുമാറണം. എന്ത് മാന്യത! സത്യം ജയിക്കാനാണ് കോടതി. സത്യത്തിന്റെ മുമ്പിൽ കണ്ണടച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാനല്ല, ദാ ഇവളാ. അത് കാണാനുള്ള ഉൾക്കണ്ണ് കോടതിക്കാണ് ഉണ്ടാവേണ്ടത്. പുതിയ അഡ്മിഷനാ. ഞാൻ ജയിച്ചപ്പോ ആളുകൾക്ക് എന്റെ ആദർശത്തിന്റെ വില മനസ്സിലായത്. നാളുകളായിട്ട് പൊടി പിടിച്ചു കിടന്ന ഗാന്ധിജി അറിയാന്നുള്ള എന്റെ പുസ്തകം ജനങ്ങൾ ആർത്തിയോടുകൂടി വായിച്ചോണ്ട് പോകുന്ന കണ്ടോ. ഇനി തോന്നുവർക്കരെ നന്നാവും. ഞങ്ങളൊക്കെ ഇതിന് ചതിന്നാ പറയാ. അപ്പച്ചൻ കണക്ക് കൂട്ടിയ പൈസയൊന്നും കിട്ടിയില്ലാന്ന് തോന്നുന്നു. എങ്കിൽ കിട്ടിയിട്ട് മതിയായിരുന്നല്ലോ കല്യാണം. ഇതിപ്പോ ബോട്ടും പോയി കാശും പോയി. ശ്യാമ, വീണ്ടും അത് തന്നെ തുടങ്ങരുത്. നമ്മൾ ഈ വീട് മാറുന്നില്ല. നാട്ടുകാർ കേട്ട എന്ത് വിചാരിക്കും? ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി സർജൻ പ്രേതത്തെ ഭയന്ന് വീട് മാറിയുന്നു. ബോധ്യപ്പെട്ട കാര്യങ്ങളെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൂ. നിന്റെ ഏട്ടൻ അത്ര യോഗ്യനാണെങ്കിൽ എന്തിനാണ് ആ സമയത്ത് ആ സ്ത്രീയുടെ വീട്ടിൽ പോയത്? അയക്കറിഞ്ഞൂടെ അവരാരാണെന്നുള്ളത്? സാർ ആളിനെ കണ്ട മാറിയാ അപ്പ കൂത്താണോ? ഇല്ല, ഇനി ഉണ്ടാവില്ല. ഉറപ്പാണല്ലോ? തെറ്റിച്ചതേ. അപ്പന്റെ നല്ല പൊട്ടിത്തെറിച്ചു പോട്ടെ. അപ്പുറത്തേക്ക് ഇരിക്കാം. സീതാരാമം കഥ സുസാരം ഹൃദി വിചാരം മോക്ഷ. ഇറങ്ങിയോ? ഇത് ഞാൻ പണ്ട് തല്ലുണ്ടാക്കിയ ബാറല്ലേ? അതെ, അതുകൊണ്ടല്ലേ അപ്പനെ പെട്ടിക്കാത്തിട്ട് പൂട്ടിക്കൊള്ളുന്നു. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ടൂറിലാണ്. ജസ്റ്റ് ഉള്ളി ലാൻഡഡ് ഇൻ ഹോങ്കോങ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടാ, ഇനി ഒരു 3 മാസത്തേക്ക് എനിക്ക് ഇവിടെ അനങ്ങാൻ പറ്റില്ല. ഇട്ടാ മതി. കടുത്ത കളറൊക്കെ പെൺകുട്ടികളിൽ ആകർഷണം ഉണ്ടാക്കും. എന്റെ ഈശ്വര, ഈ വർത്താനം കേട്ട് കേട്ട് ഞാൻ മടുത്തല്ലോ. ഞാനിന്ന് തുണി ഉടുക്കാതെ പോവാൻ പോവാ. എന്ന് ചോദിച്ചു നോക്കട്ടെ പ്രേമൻ ആരാണെന്ന്. കാണുന്ന പോലെ അത്ര പാവമൊന്നുമല്ല ഞാൻ. വെടക്കായ തനി വെടക്ക. നിങ്ങൾ ഇതിൽ ഉണ്ടായത് അവരുടെ ഭാഗ്യം, അല്ലെങ്കിൽ രണ്ടിന്റെ പരിപ്പിയടുത്തനെ. എനിക്കിട്ട് പടുതാൻ ഞാൻ തിരിച്ചും പണി. നീ വല്ലതും പറഞ്ഞോ? ഏയ്, അമ്മാവൻ മനസ്സിലാലോചിച്ചുള്ള മറുപടി ഞാനും മനസ്സിലാലോചിച്ചതാ. കസിനോ, ഇതെല്ലാം നമ്മുടെ 3 പേരുടെയും പേർക്കാ. നമ്മൾ ഒന്നങ്ങട് ചെല്ലുക, അങ്കിൾ ഞങ്ങൾ എത്തി പറയ, കയ്യോടെ എഴുതി മേടിക്കുക, അടുത്ത വണ്ടിക്ക് തിരിച്ചു പോരുക, അത്രേ ഉള്ളൂ. പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടാനൊന്നുമില്ല. കുറച്ചുനാൾ വെറുതെ എന്നെ തന്നെ ഒന്ന് വിശ്വസിപ്പിക്കാൻ. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. പെണ്ണ് കാണാൻ ചെറുക്കനും കൂട്ടരും വന്നിരുന്നു. അവർക്ക് പരസ്പരം വലിയ ഇഷ്ടമായി. എന്നെ മൊബൈലിൽ കിട്ടിയില്ല. പക്ഷെ ഗോപിയേട്ടൻ പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. നേരെ ചെറുക്കനെ കാണാൻ ചെന്നു. ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ചെറുക്കനെ കുറിച്ച് നല്ല മതിപ്പാ. ആ ഗുണം കാണിച്ചില്ലെങ്കിൽ നിന്റെ മൂക്ക് ഞാൻ മുറിക്കും. അയ്യോ മോനെ, പറഞ്ഞതിനേക്കാൾ ഒരു 500 റുപ്യ കൂടുതലുണ്ട്. എന്താ പറയാതെ പോയത്? അത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു. ആരെ? അത് പിന്നെ അത് ഞാൻ പിന്നെ പറയാം. അത് വേറെ വഴിയൊന്നുമില്ല. നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ ഞാൻ പറഞ്ഞോളാം.
സാധനം എവിടെ പോയി? വല്യപ്പച്ചനും കുഞ്ഞങ്ങളും കൂടി അന്ന് പെണ്ണ് കാണാൻ പോയപ്പോ അവരുടെ മുമ്പിൽ വെച്ച് എന്തുകൊണ്ടാ എഴുന്നള്ളിച്ചേ? ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും എന്റെ കുരു പൊട്ടി, കൺട്രോള് പോയി. മാങ്ങ തൊലി. പുലി പോലെ വന്നത് എലി പോലെ പോയത് കണ്ടോടാ. ഒറ്റയടിക്ക് ഒരു പവന്റെ മോതിരം പുല്ല് പോലെ 25,000 രൂപ കിട്ടും. ഒരു 500 രൂപ കൂടെ. എന്തിന്? കൂടുന്നു സോൾഡർ. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ തടിയും കൊണ്ട് പോണമെങ്കിൽ മതി. അപ്പുറം ശരി പണി വെക്കാൻ പോയിട്ട് വാങ്ങ. അപ്പോ അളവ് എടുക്ക വേണ്ടാമാ? നിന്റെ അളവൊക്കെ എനിക്ക് അറിയാം. ചെല്ല് ചെല്ല്. അല്ലല്ലേ, ഓനോട് അളവല്ല എനിക്ക് കറക്റ്റ്. അണ്ടിപ്പോളി, അണ്ടിക്കച്ചവടക്കാരൻ ചാക്കോടം. അണ്ടിപ്പോളി, ഉണ്ടപ്പോളി. റിയാൻ സർ, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യൻ വിവേകാനന്ദ സ്വാമിയല്ലേ? ഷിക്കാഗോയിലെ മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി ലോകം ജയിച്ചു വന്ന സന്യാസി. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാവുമോ സർ? അതെ, ജാണ്ട കളഞ്ഞ് തൊഴുത് നല്ല ടിപ്പ് കിട്ടുന്ന പണിയാ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ പോട്ടെ. അല്ല നിനക്ക് ലീവ് കൊടുക്കാൻ പറ്റുമോ? ജോസെ, നിന്റെ ചുറ്റിക്കളിയൊന്നും അവളോട് നടക്കില്ല. അവൾ എന്റെ സ്റ്റാഫാ. ആ അന്തസ് അവള് കാണിച്ചിരിക്കും. ക്യാരക്ക് ലീരി ചോദിക്കാൻ ഉണ്ണി. അബ്ദുൾ കലാം പറഞ്ഞ എന്താ അറിയോ? നമുക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവും. അത് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം അല്ല ഉണ്ണി, അത് നമ്മുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നമാണെന്നാണ് ഈ മൂപ്പര് പറയുന്നത്. പരസ്പരം സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പക്ഷെ കഴിഞ്ഞ കുറെ കാലമായിട്ട് നീ നിന്റേത് മാത്രമായിട്ടുള്ള ഒരു ലോകത്താ ജീവിക്കുന്നത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് അതിനനുസരിച്ച് പെരുമാറാൻ പറ്റൂ. കൊലയാളിയുടെ ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. ആ, പതിഞ്ഞിട്ടുണ്ടാവും. ഫിംഗർ പ്രിന്റ് ഉണ്ട്. എല്ലാ പത്രങ്ങളിലും നമ്മുടെ പരസ്യം വരണം. പുതിയ PRO ആവശ്യപ്പെട്ടുകൊണ്ട്. ശരി സാർ. ഒരാലീസ് പോയാ അവളെ പോലെ 100 പേര് വരും. എന്തോ ആത്മാർത്ഥ സുഹൃത്തിന്റെ വേഷം കെട്ടി അറുത്ത് വിൽക്കുകയായിരുന്നില്ലടാ നീ എന്നെ. അങ്ങനെ പാരിക്കൂട്ടിയത് തന്നെയാണ് നിനക്കുള്ളതെല്ലാം. നമ്മൾ ഇന്ന് രാത്രി കൊണ്ട് കേരളത്തിലെ കലാ സാംസ്കാരിക ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇവിടുന്ന് നാളെ നേരെ വിടുന്നു തമിഴ്നാട്ടിലെ. അത് ആരെ കൊന്നിട്ടായാലും ശരി, ഫിനിഷിംഗ് പോയിന്റ് വരെ നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മച്ചിക്ക് ആവി. പെരപ്പ, പോലീസ് നായ മണക്കുന്ന പോലെ ഒന്ന് മണത്തത് എന്താ ബ്രാൻഡ് ഒന്ന് പറഞ്ഞേ. എത്ര നല്ലതാണ് നോക്ക്. ഈ ലോകത്തിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് അറിയാവുന്നതേ നമ്മളും മനുഷ്യന്മാർക്ക് മാത്ര. ഒരുപാട് നല്ല മനുഷ്യർ ലോകത്തുണ്ട്. ദൈവത്തെ ഞങ്ങൾ നോട്ട് കുളിപ്പിക്കും. ഈ സ്ത്രീകൾക്കെന്ന് അറിയാവാനാണല്ലോ വിധി. ആണുങ്ങളല്ലേ വർഗം, ചിലപ്പോ പീഡിപ്പിച്ചു കാണും. കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. വന്നേ, 2 അടിച്ചിട്ടില്ലേ? വൃക്ഷങ്ങളെയും പാറക്കെട്ടുകളെയൊക്കെ തഴുകി അവളങ്ങനെ വിശുദ്ധിയായിട്ട് ഒഴുകി. ആകാശവും ഭൂമിയും പ്രതിബിംബിക്കുന്ന മനോഹരമായൊരു ജലധാര. ആ അങ്കിളുടെ മോളുമായിട്ടാണ് എനിക്ക് ആദ്യം കല്യാണം നിശ്ചയിച്ചത്. ഒരു മുടങ്ങിപ്പോയ കല്യാണത്തിന്റെ കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ? സ്വന്തം മോളുടെ സ്ത്രീധനം അടിച്ചുകൊണ്ട് പോയ ആളാണ് ദാ പോണ അച്ഛൻ. அந்த ஒரு வாக்கு போதும், அவ்வளோ பயங்கர പവർഫുൾ. അല്ലെങ്കിൽ നിന്നുള്ള മൃഗക്കൊഴുപ്പ. ചില ബേക്കറികളിൽ ഇപ്പോ നെയ്ക്ക് പകരം ഇതാ ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്നുണ്ടാക്കുന്ന ഈ പപ്സ് പോലെയുള്ള സാധനങ്ങൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊള്ള ലാഭമാ. മേടിച്ച് കഴിക്കുന്നവനോ തീരാ ദുരിതവും. ആഹാരത്തിന്റെ കൂടെ വെള്ളം കുടിക്കരുത്, ദഹനത്തെ ബാധിക്കും. ഒന്നിൽ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് അല്ലെ ആഹാരം കഴിഞ്ഞിട്ട് ലിക്വിഡ് അങ്ങനെ കഴിക്കാവൂ.